السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുത്താലിം സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഹൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുദിനത്തിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇശ്ഖുൻ നബി എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിച്ച് അവസാനിപ്പിക്കാം. മദീനയുടെ ഇമാം എന്ന പേരിൽ പ്രസിദ്ധനായ കർമ്മശാസ്ത്ര മദ്ഹബുകളിലെ 2ാം ഇമാമാണ് മാലിക് റളിയല്ലാഹു അൻഹു. പാണ്ഡിത്യത്തിന് പുറമെ പുണ്യരുടെ പ്രശസ്തി വാനോലമെത്തിയത് ഇശ്ഖുൻ നബിയിലാണ്. അവിടുത്തെ ഏതാനും പ്രവാചക പ്രേമം സാക്ഷ്യമായി ഒഴുക്കി ഞാൻ അവസാനിപ്പിക്കാം. മദീന ഭൂമിയിൽ ഒരു തവണ പോലും ചെരുപ്പെട്ട് സഞ്ചരിക്കുകയോ ഒട്ടകപ്പുറത്ത് സവാരി നടത്തുകയോ ചെയ്തിട്ടില്ല മഹാനവറുകൾ. കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമാണ്: മുത്തുനബിയുടെ പവിത്ര പാദം പതിഞ്ഞ മണ്ണിൽ ഒട്ടകക്കുളമ്പ് ചവിട്ടിപ്പിക്കാനോ ചെരുപ്പ് പതിപ്പിക്കാനോ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് മുത്തുനബിയോടുള്ള അദബ് കേടാണെന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. തീർന്നില്ല, ആയിരക്കണക്കിന് ശിഷ്യന്മാർക്ക് ഹദീസ് ക്ലാസ് എടുക്കുന്നതിൽ പുതുവസ്ത്രമണിഞ്ഞ് അത്തർ പൂശി വുളുവോട് കൂടി മാത്രമേ മഹാനവറുകൾ ക്ലാസ് എടുക്കാറുള്ളൂ. അധികം ശബ്ദമുയർത്തുകയും ചെയ്യുമായിരുന്നില്ല. ശബ്ദമുയർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ ശുദ്ധ ഖുർആനിലെ ആയത്തോതി മഹാനവർ പറഞ്ഞു: യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും സൗതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിനം ഹദീസ് ക്ലാസ് എടുക്കുന്നതിനിടയിൽ 16 തവണ തങ്ങളെ ഉഗ്രവിഷമുള്ള തേള് കുത്തുകയും ശരീരമാകെ വിഷം കയറി അതിവേദനയും ശരീര പകർച്ചയുണ്ടായിരുന്നു. അവന് ഹദീസ് ക്ലാസ് അവസാനിപ്പിച്ചില്ല. ഹദീസ് പൂർത്തിയാകാതെ അവസാനിപ്പിക്കൽ പ്രവാചകരോടുള്ള മര്യാദകളാകുമെന്ന് മഹാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രധാന വേദിയിൽ മത്സരം തുടരുന്നു. Judges, please note call letter C on the stage. Letter C on the stage. Miskul Khitab 2K24. 36ാമത് മത്സരഫലം അറിവാകുന്നു. സീനിയർ വിഭാഗം ക്വിസ് കോമ്പറ്റീഷൻ. First place goes to Russell Rahman team Rayhan 10 points. Second place goes to Muhammad Adil team Marjan 6 points. The third place goes to Ahmad Nihad team Rayhan 3 points. Thank you. Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah walhamdulillah. Assalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. amma ba'd. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, പ്രിയ നാട്ടുകാരെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്ന വേളയിലാണല്ലോ. ഈ വേളയിൽ സ്വലാത്തിന്റെ മഹത്വത്തെ അടയാളപ്പെടുത്താൻ നാം പറയുന്ന പ്രസംഗം കൊണ്ടോ നാം പാടുന്ന ഗാനങ്ങൾ കൊണ്ടോ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുകയില്ല. അതേ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള സ്വലാത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പടച്ച റബ്ബ് സ്വലാത്തിനെ കുറിച്ച് ഖുർആനിലൂടെ പറയുന്നതായി കാണാം: ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബി. നിശ്ചയം അല്ലാഹും അവന്റെ മലക്കുകളും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്.
മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന കാരണം മാത്രം മതി സ്വലാത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കാൻ. കാരണം എന്തേ? സ്വലാത്ത് ചൊല്ലുന്നതോടൊപ്പം ഞാൻ മറ്റൊരു സൽക്കർമ്മം ചെയ്യുന്നുണ്ടെന്ന് പടച്ചറബ് നമ്മോട് പറഞ്ഞിട്ടില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നാം ധാരാളം സ്വലാത്ത് ചൊല്ലാൻ ശ്രമിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം മധുകൾ പറയാൻ ശ്രമിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ധാരാളം ഹദീസുകൾ നമുക്ക് കാണാം. സ്വലാത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നതായി കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് 70% നാം ദുനിയാവിയായ കാര്യങ്ങളും 30% ഉഖ്റവിയായ കാര്യങ്ങളും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്. മാത്രമല്ല നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കെല്ലാം സ്വീകാര്യത അസ്വീകാര്യത എന്നീ 2 ഓപ്ഷനുകളുണ്ട്. അതേ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള സ്വലാത്തിന് സ്വീകാര്യത എന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞതായി കാണാം, എന്റെ പേരിൽ ഏറ്റവും സലാത്ത് ചൊല്ലുന്നവനാണ് നാളെ സ്വർഗ്ഗലോകത്ത് എന്റെ ഏറ്റവും അടുത്ത സീറ്റിൽ ഇരിക്കുകയെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു പ്രഭാതത്തിൽ പുണ്യറബീനെ കണ്ടപ്പോൾ പുഞ്ചിരി തൂകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട സഹാബത്ത് ചോദിച്ചു, ഓ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങക്ക് എന്താണ് വല്ലാത്ത സന്തോഷമെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നലെ രാത്രി എന്റെ റബ്ബിന്റെ അടുക്കൽ നിന്ന് എനിക്കൊരു സന്ദേശമെത്തി. ഏതാണ് ആ സന്ദേശം? മൻ സല്ലല്ലാ സ്വലാത്തൻ വാഹിദ സല്ലല്ലാഹു അലൈഹി അശറ. വല്ലൊരുത്തനും എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് പടച്ച റബ്ബ് 10 പ്രതിഫലം നൽകുന്നതാണ്. മാത്രമല്ല അവൻ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് 10 പാപങ്ങളെയും പടച്ച റബ്ബ് പുറത്തു കൊടുക്കുന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷിച്ച ഈ നിമിഷത്തിൽ നാം ഒരിക്കലും പിന്നോട്ട് നിൽക്കാൻ പാടില്ല. മുത്തുനബിയുടെ പേരുള്ള സ്വലാത്ത് കാരണം നമുക്ക് അമലുകൾ വർദ്ധിപ്പിക്കാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശുപാർശ ലഭിക്കാൻ നമുക്ക് സാധ്യതമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ മരിക്കുന്ന സമയത്ത് അവിടുന്ന് നമുക്ക് താങ്ങും തണലുമാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളിൽ വെച്ച് ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ഒരു സഹാബത്തുണ്ട്. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഈ സഹാബി അങ്ങ് നടന്നു പോവുകയാണ്. പോകുന്ന സമയത്ത് വിറക് വെട്ടാൻ വേണ്ടി കാട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ അതാ വിറക് വെട്ടിക്കൊണ്ട് നാട്ടിലേക്ക് വന്ന് വിൽക്കാൻ പോകുന്ന സമയത്ത് അവിടുന്ന് അതാ ആ സഹാബിയെ ഒരു ജൂത പടയാളികളുടെ കിങ്കരന്മാരങ്ങ് പിടികൂടുകയാണ്. അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവങ്ങ് മുറിച്ചു. അങ്ങനെ അതാ ആ ചോരയിൽ കുതിർന്ന നാവുമായി ഈ സഹാബത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് ചെല്ലുകയാണ്. അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീനെടുത്തുകൊണ്ട് നാവിലങ്ങ് പുരട്ടി കൊടുക്കുകയാണ്. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ വെച്ചുകൊണ്ട് ഈ സഹാബത്ത് അങ്ങ് പൊട്ടിക്കരയുകയാണ്. അവിടുന്ന് ഈ സഹാബിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് സഹാബത്ത് പറയുകയാണ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന നാവായിരുന്നല്ലോ, ഈ നാവ് മുറിച്ചതിന്റെ പേരിലായിരുന്നു ഞാൻ വിഷമിച്ചതെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് പറയുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ വല്ലാത്ത മഹബത്ത് വെക്കുകയും വേണം, മുത്തുനബിയെ വല്ലാതെ സ്നേഹിക്കുകയും വേണം. പടച്ചറബ് ഖുർആനിലൂടെ പറയുന്നതായി കാണാം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തെ എല്ലാം മനുഷ്യർക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റഹ്മത്തായിട്ടല്ലാതെ പഠിച്ചിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഉമ്മത്തി 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 എന്ന് വിളിച്ചുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട പറഞ്ഞിട്ടുള്ളത്. ആ ഹബീബായ തങ്ങളെ നാം വല്ലാതെ പ്രണയിക്കുകയും മുത്തുനബിയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുകയും ചെയ്യണം. പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സീനിയർ വിഭാഗം മലയാള പ്രസംഗ മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോളർ E on the stage. Sorry, D on the stage. Letter D on the stage. ഈ മത്സരം കഴിഞ്ഞാലുടൻ പ്രധാന വേദിയിൽ സബ് ജൂനിയർ വിഭാഗം ഉറുദു പ്രസംഗ മത്സരം ആരംഭിക്കുന്നതാണ്. മത്സരികൾ ഗ്രീൻ റൂമിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്.
السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وأصحابه وأهل بيته أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله. صدق الله مولانا العظيم. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صدق رسول الله صلى الله عليه وسلم. حب النبي ومدحه خير العمل واعلموا يا أمة سيدنا محمد. സ്നേഹാദർവുകൾ നിറഞ്ഞ ഉസ്താദവറുകൾ, വിധികർത്താക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ 1499 ജന്മദിനത്തിൻ്റെ ഭാഗമായി സംഘടിച്ച സംഗമത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ തങ്ങളെ സ്നേഹിക്കേണ്ടത് നമ്മുടെ അനിവാര്യ ഘടകമാണ്, കടമയാണ്. അതിൻ്റെ ഭാഗമായാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഹബീബായ തങ്ങളെ സ്നേഹിക്കുക എന്നത്, ഹബീബായ തങ്ങളോടുള്ള സ്നേഹം, പ്രവാചക സ്നേഹം വിവരണങ്ങൾക്ക്, നിർവചനങ്ങൾക്ക് അതീതമാണ്. അനുരാഗികൾ ഇത്രമേൽ സ്നേഹിച്ച മറ്റൊരു നേതാവില്ല. ബാഹ്യപ്രകടനങ്ങൾക്കപ്പുറം അനുരാഗികളുടെ, സത്യവിശ്വാസികളുടെ ആത്മാവിന്റെ ആഴങ്ങളിലാണ് പ്രവാചക സ്നേഹം വേരൂന്നിയത്. ആ സ്നേഹപ്രകടനങ്ങൾ കാണുമ്പോൾ മതത്തിന്റെ പേരിൽ നിലകൊള്ളുന്ന ചില പരിഷ്കാരികൾക്ക് തോന്നുന്നുണ്ട് ഇത്രയൊക്കെ വേണോ എന്ന്. തിരുശിരസിൽ നിന്ന് വടിച്ചെടുത്ത തിരുകേശങ്ങൾ, അവിടുന്ന് ഉപയോഗിച്ച പാനപാത്രം, അവിടുന്ന് ഉപയോഗിച്ച വസ്ത്രങ്ങൾ, അങ്ങനെ അവിടുത്തോടുമായി ബന്ധപ്പെട്ട സകലതിനെയും സത്യവിശ്വാസികൾ നെഞ്ചോട് ചേർക്കുമ്പോൾ രോഗബാധിതമായ ചില ഹൃദയങ്ങളിൽ നിന്നുയരുന്ന സ്വാഭാവിക ചോദ്യങ്ങൾ മാത്രമാണിവകൾ. പക്ഷേ യാഥാർത്ഥ്യം വളരെ അകലെയാണ്. കേവല ചിന്തയുടെ മൂശയിൽ തങ്ങളുടെ ആചാര്യന്മാർ വാർത്തെടുത്ത സിദ്ധാന്തങ്ങൾ മാത്രമല്ല മതം എന്ന തിരിച്ചറിവുണ്ടായാൽ മതി. മതത്തിന്റെ സൗന്ദര്യ തീരത്തേക്കുള്ള വഴി എളുപ്പമാകുന്നതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ സ്നേഹിക്കണമെന്ന്, അവിടുത്തോടെ എങ്ങനെ അനുകരിക്കണമെന്ന് നമുക്ക് പ്രവർത്തിച്ച് കാണിച്ചു തന്നത് പരിശുദ്ധ സഹാബത്താണ്. മദീന മാറോട് ചേർത്ത സ്നേഹാനുഭവങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ആദരവിന്റെ അതിർവരമ്പുകൾ അളന്നിടുമ്പോൾ സ്നേഹം പരിധി വിട്ട് ആരാധനയായി വിശ്വാസം നഷ്ടപ്പെട്ടേക്കുമോ എന്നാണ് ഉപരിസൂചിത പരിഷ്കാരികൾ ശങ്കപ്പെടുന്നതെങ്കിൽ, തനിക്കുള്ളത് മുഴുവനും തന്നെയും തിരുമുമ്പിൽ സമർപ്പിച്ചിട്ടും മതിവരാത്ത, കലർപ്പില്ലാത്ത സ്നേഹത്തിന്റെ തുറന്ന മനസ്സുകളെയാണ് സഹാബത്ത് നമുക്ക് വരച്ചു കാണിച്ചു തരുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞ സമയം, ഹബീബായ തങ്ങളെ കാണാത്ത കണ്ണുകൊണ്ട് എനിക്ക് ആരെയും കാണേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇരു കണ്ണുകളും കുത്തിപ്പൊട്ടിച്ചു അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ചെയ്തത് ഒരു അല്പം കടന്ന കൈയായി പോയി എന്ന് വേണമെങ്കിൽ പരിഷ്കാരികൾക്ക് വിലയിരുത്താം. ഉഹുദിന്റെ രണാങ്കണത്തിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മുൻപല്ല് പൊട്ടിയെന്ന വിഷമമറിഞ്ഞപ്പോ അങ്ങകലെ യമനിൽ കിടക്കുന്ന ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ഒരു കല്ലെടുത്തുകൊണ്ട് തന്നെ മുൻപല്ലുകൾ മുഴുവനും കുത്തിയുടക്കുകയാണ്. ഉവൈസുൽ ഖർനി തങ്ങളുടെ ഓർമ്മകൾ അനുരാഗികൾ നെഞ്ചിലേറ്റുകയായിരുന്നു. അതുപോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് കൊമ്പ് കൊത്തിയെടുത്ത രക്തം ദൂരെ കളയാൻ വേണ്ടി മഹാനവറുകളെ പറഞ്ഞു വിട്ടപ്പോ മഹാനവറുകൾ പോയി പൊടുന്നനെ തിരിച്ചു വരുന്നത് കണ്ടപ്പോ മുത്തനബി ചോദിച്ചു, നിങ്ങൾ അത് എന്ത് ചെയ്തു? മഹാനവറുകൾ പറയുന്നു, നബിയെ, അങ്ങയുടെ രക്തം ഭൂമിയിൽ കളയാൻ എനിക്ക് സാധിച്ചില്ല നബിയെ, എനിക്ക് കഴിഞ്ഞില്ല നബിയെ, ഞാനത് കുടിച്ചു നബിയെ എന്ന് പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞത് അത് ശിർക്കായി പോയി, എന്നല്ല, മറിച്ച് മുത്തുനബി പറഞ്ഞതെന്തേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നരകത്തിൽ നിന്നും രക്ഷിച്ചു എന്നായിരുന്നു. ഉഹുദിന്റെ രണാങ്കണത്തിൽ സത്യവിശ്വാസികൾക്ക് തിരിച്ചടി നേരിട്ട സംഭവം
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ വിഷമിച്ചു പോയി. അവിടുത്തെ മുൻപല്ലും താഴെ ചുണ്ടും പൊട്ടിപ്പോയി. അവിടുത്തെ പടത്തൊപ്പിയിലുള്ള ഇരു കണ്ണികളും അവിടുത്തെ ശറഫാക്കപ്പെട്ട കവളിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയി. തിരുകവളിയുടെ പരിശുദ്ധ ഒലിച്ചിറങ്ങുകയാണ്. സഹാബികൾക്ക് സഹിച്ചില്ല. രംഗം കണ്ട മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നുകൊണ്ട് കവളിലുള്ള തിരു രക്തം ഊമ്പിയെടുത്ത് കുടിച്ച് വയറ്റിലേക്ക് ഇറക്കുകയായിരുന്നു. അപ്പോഴും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അത് ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണ്, അത് പുത്തനാശയമാണ്, അത് കുഫ്റാണ് എന്നൊന്നുമല്ലായിരുന്നു. എന്റെ രക്തം ഒരാളുടെ ശരീരത്തിലെത്തിയാൽ ആ ശരീരത്തെ നരകം സ്പർശിക്കുകയില്ല എന്നായിരുന്നു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ മുത്തനബി വഫാത്തായ സമയത്ത് മദീന ഒന്നാകെ വിതുമ്പുന്ന സമയമായിരുന്നു. ശോകാമുഖമായ രാത്രിക്കൊടുവിൽ പ്രഭാതം പൊട്ടിവിടർന്നപ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ക് വിളിക്കാൻ കയറി നിൽക്കുകയാണ്. മഹാനവറുകൾക്ക് വാങ്ക് വിളി തുടങ്ങി. ആദ്യത്തെ വചനങ്ങളൊക്കെ ചൊല്ലിയൊപ്പിച്ചു, പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മഹാനവറുകൾ പിന്നെ കേൾക്കുന്നത്, കുടുംബവും സഹാബത്തും കേൾക്കുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പൊട്ടിക്കരച്ചിലായിരുന്നു. അവർ ഒന്നടങ്കം കരഞ്ഞു, മദീന ഒന്നാകെ കരഞ്ഞു. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അവസാനത്തെ ബാങ്കായിരുന്നു. പിന്നെ മദീനയിൽ മഹാനവറുകൾ താമസിച്ചില്ല, നാട് വിടുകയായിരുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം എത്തിയപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മനാമിൽ വന്നുകൊണ്ട് ചോദിക്കുന്നു, എന്തേ ബിലാൽ, എന്നോട് പിണക്കമാണോ, മദീനയിലേക്ക് എന്തേ വരാത്തത് എന്ന് ചോദിച്ചപ്പോ മദീനയുടെ ഓർമ്മകൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ തിരുമനസ്സിൽ തളം കെട്ടുകയാണ്. മഹാനവറുകൾ മദീനയിലേക്ക് വരുന്നു. മദീനയിലെത്തിയപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ മഹാന്മാർ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് വിളിക്കാൻ പറയുന്നു. ബിലാൽ തങ്ങൾ പറയുന്നു, എനിക്ക് കഴിയൂല. അങ്ങനെ അവർ നിർബന്ധിച്ചു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കൂടെ പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു അതാ ബാങ്ക് വിളിക്കാൻ കയറുകയാണ്. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ ബാങ്ക് വിളിക്കാൻ കയറുകയാണ്. ആദ്യത്തെ വരികളൊക്കെ ചൊല്ലിയൊപ്പിച്ചു. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മഹാനവറുകൾക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. പിന്നെ കേൾക്കുന്നത് ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു. മദീന ഒന്നാകെ കരയുകയാണ്. മദീന ഒന്ന് ഓർത്തു പോകുന്നു, മദീനയിൽ മുത്തുനബി മടങ്ങി വന്നു എന്ന്. അങ്ങനെ മദീന ഒന്നാകെ കരഞ്ഞുപോയ സമയമായിരുന്നു അത്. സഹാബത്ത് മുഴുവനും ഇങ്ങനെയായിരുന്നു മുത്തുനബിയെ സ്നേഹിച്ചത്. സഹാബത്ത് എന്നല്ല, താബഈങ്ങൾ എന്നല്ല, മഹാന്മാരും മഹത്തുക്കളും മഹദികളും ഔലിയാക്കളും ആരൊക്കെയുണ്ടോ അവർ എല്ലാവരും എല്ലാത്തിനേക്കാളും മുത്തുനബിയെ സ്നേഹിച്ചിരുന്നു. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സകല ജനങ്ങളെക്കാളും ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാകുന്നതുവരെ നിങ്ങളിൽ ഒരാളും പരിപൂർണ വിശ്വാസിയാവുകയില്ല എന്ന് മുത്തനബി പഠിപ്പിച്ച ആ തിരുമൊഴി ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു മുൻഗാമികൾ മുത്തനബിയെ സ്നേഹിച്ചത്, അവർ ജീവിച്ചത്. അങ്ങനെ ജീവിക്കാനും മുത്തനബി അതിരറ്റ് സ്നേഹിക്കാനും നാളെ ജന്നാത്തുൻ നഈം മുത്തനബിയോടുകൂടെ ഒരുമിക്കാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം ഇടുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വേദിയിൽ സീനിയർ വിഭാഗം മലയാള പ്രസംഗം തുടരുന്നു. Next and last call letter E on the stage. Judges please note E on the stage. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه برضا الله. أما بعد، قال الله عز وجل: نصيب برحمتنا من نشاء ولا نضيع أجر المحسنين. وقال رسول الله صلى الله عليه وسلم: خير الناس أنفعهم للناس. സ്നേഹാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, സേവനത്തിൻ്റെ മതമെന്ന സുപ്രധാന സമകാലിക സബ്ജക്റ്റിനെ സംബന്ധിച്ച് സ്വല്പം സംസാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം.
അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വിഷയത്തിലേക്ക് കടക്കും മുമ്പ് ഈ അടുത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഒരു സേവന സുന്ദര സുമത്തെ മറക്കാൻ കഴിയില്ല. മറ്റാരുമല്ല, ഇസ്രായേലി ധംസകരുടെ വെടിയുണ്ടകൾക്ക് പരിക്കുപറ്റിയ ഷഹീദ റസാൻ അൽ നജാർ എന്ന ധീരസേവന യുവതിയെ, ഇസ്രായേലി നരനായാട്ടിൽ പരുക്കുപറ്റിയ ഒട്ടേറെ ജന്മങ്ങൾക്ക് ശുശ്രൂഷ നടത്തിയ ആ ഒരു പുഷ്പം ഈ അടുത്താണ് കൊഴിഞ്ഞു പോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി വിഷയത്തിലേക്ക് കടക്കാം. മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ജീവിയാണ്. ഇക്കാരണം കൊണ്ട് തന്നെ സദാ സേവന നിരതരാവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒട്ടേറെ വാക്യങ്ങളിൽ നമ്മെ ഉത്ബോധിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിവരയിട്ടത് ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുന്നുണ്ടോ എന്നാണ്. ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാകുമ്പോൾ സദാ സേവന മനസ്കത എന്നുള്ളത് ഒരു സുപ്രധാന വിഷയമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് 1,24,000 വരുന്ന അംബിയ മുർസലീങ്ങൾ, അല്ലെങ്കിൽ 2,24,000 വരുന്ന അംബിയ മുർസലീങ്ങൾ അവരുടെ സമൂഹത്തിന് സേവനങ്ങൾ ചെയ്തുകൊണ്ട്, സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് വഴികാട്ടിയതും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന റഹ്മത്തല്ലാഹി ഖരീബുൻ മിനൽ മുഹ്സിനീൻ, നിശ്ചയം എൻ്റെ കാരുണ്യം സദാ സേവന മനസ്കതയുള്ളവരോടാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവാക്കിലേക്ക് വരുമ്പോഴും സമാനമായ തത്തുല്യമായ വാക്കുകൾ തന്നെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വമൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി വമൻ ഫറജ അൻ മുസ്ലിമിൻ കുർബതൻ ഫറജ അല്ലാഹു അൻഹു കുർബതൻ മിൻ കുർബാതി യൗമിൽ ഖിയാമ. ആരെങ്കിലും തന്റെ സഹോദരന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും. വല്ലയിടത്തും അവന്റെ സഹോദരന്റെ വേദന അകറ്റി കൊടുത്താൽ അന്ത്യനാൾ വേദനയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് സംരക്ഷണം നൽകുമെന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇത്രമാത്രം സേവനങ്ങളെ കുറിച്ചും സാന്ത്വന പ്രവർത്തനങ്ങളെ കുറിച്ചും പഠിപ്പിച്ച മതം പരിശുദ്ധ ഇസ്ലാം അല്ലാതെ മറ്റേത് മതമുണ്ടോ? ഇല്ല. മാത്രമല്ല, ഇസ്ലാം മനുഷ്യരോടൊന്ന് മാത്രമല്ല, മുസ്ലിമിനോടൊന്നും മാത്രമല്ല, ജീവനുള്ളതിനോട് മാത്രമല്ല, ജീവനില്ലാത്തതിനോടും എല്ലാത്തിനോടും കരുണ കാണിക്കാൻ പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് സദാ സേവനങ്ങളും സാന്ത്വന പ്രവർത്തനങ്ങളും കാരുണ്യവും കാണിക്കുക, എന്നാൽ ആകാശത്തിന്റെ അധിപൻ നിങ്ങൾക്ക് കാരുണ്യം വർഷിപ്പിക്കുമെന്ന് പഠിപ്പിച്ച മതം. ഇതെല്ലാം ഒരു ആധാരമാണ് നമുക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വമൻ കാന ഫീ ഹാജതി ഖൈറുൻ നാസ് അൻഫഉഹും ലിന്നാസ്, ജനോപകാരികളാണ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠർ. മറ്റൊരു ഹദീസിൽ കാണാം, അഹബ്ബുല്ലാഹി ഇലന്നാസി അഹബ്ബുന്നാസി ഇലല്ലാഹി തആല അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം നൽകുന്നവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. ഇത്രമാത്രം സേവനങ്ങളെ പറ്റി പഠിപ്പിച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. എന്നാൽ നാം മനസ്സിലാക്കണം, എല്ലാ അമ്പിയാക്കളും അവരുടെ സമൂഹത്തിന് സദാ സേവനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കിക്കൊടുത്തവരായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം അവിടുത്തെ സമുദായം വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടപ്പോഴും, ഈസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന് രോഗം ബാധിച്ചപ്പോഴും അവർക്കെല്ലാം അത്ഭുതങ്ങൾ കാട്ടി അവരെ ശുശ്രൂഷിച്ചതും സാന്ത്വനങ്ങൾ നൽകിയതും പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കണം, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാന്ത്വന സേവന പ്രവർത്തകൻ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അവിടുത്തെ സാന്ത്വന പ്രവർത്തനങ്ങൾ വേഷമോ ദേശമോ ഭാഷയോ നിറമോ നോക്കിയിട്ടായിരുന്നില്ല. അറിയില്ലേ, തെരുവിൽ വ്യസനിച്ചു നിൽക്കുന്ന വൃദ്ധയായ ഒരു സ്ത്രീയുടെ ചുമടെടുത്ത് ചുമലിൽ വെച്ചുകൊണ്ട് ആ വൃദ്ധയുടെ വീട്ടിലെത്തിച്ചു കൊടുത്തതും ഒരു ഉദാഹരണം മാത്രം. കഴിഞ്ഞില്ല, ധിക്കാരിയായ അബൂജഹൽ എന്ന ക്രൂരനായ വ്യക്തി കടം കൊടുത്ത വ്യക്തിക്ക് കടം കൊടുത്ത പണം തിരികെ നൽകാതെ ക്രൂശിക്കുന്നുണ്ടെന്ന വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എത്തിയപ്പോൾ സുധീരം തന്നെ ആ
കടം കൊടുത്ത വ്യക്തിയെയും കൂട്ടിക്കൊണ്ട് അബൂജഹലിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പണം തിരികെ നൽകിപ്പിച്ച ലോകം കണ്ട ഏറ്റവും വലിയ സാന്ത്വന പ്രവർത്തകൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. കഴിഞ്ഞില്ല, അവിടുന്ന് വെട്ടിയ വെട്ടയുടെ മാത്രമാണ് മുഴുവൻ സഹാബത്തും ഔലിയാക്കളും ഇവിടെ ജീവിച്ച് നമുക്ക് കാണിച്ചു നൽകിയത്. അറിയില്ലേ, മുഅത്തദ് യുദ്ധത്തിൽ വെട്ടേറ്റ് കിടന്നുകൊണ്ട് മരണത്തോട് മുല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും സഹാബത്തിനെയും അടുക്കലേക്ക് വെള്ളത്തിന്റെ പാനപാത്രം നീട്ടിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ട അടുത്തുള്ളവരിലേക്ക് നൽകുന്നു പറഞ്ഞുകൊണ്ടുള്ള ഏറ്റവും വലിയ സാന്ത്വന സേവന പ്രവർത്തനത്തിന്റെ ഒരു സുമോഹന ശിഷ്യ സംഘത്തെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വാർത്തെടുത്തത്. കഴിഞ്ഞില്ല, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ യാത്രയാനങ്ങളും സാന്ത്വന പ്രവർത്തനങ്ങളും ഉദാഹരണങ്ങൾ മാത്രമാണ്. നാം മനസ്സിലാക്കണം, കറങ്ങുകൊണ്ടിരിക്കുന്ന കാലചക്രം പോലെ മാറി മറിയുന്ന സംഭവമാണെന്ന് മനസ്സിലാക്കരുത്. ഇത് മറിച്ച് അധർമ്മവും അനീതിയും അരാജകത്വവും തോന്നിവാസങ്ങളും മാത്രം പാറിക്കളിക്കുന്ന 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ജനതയ്ക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടുള്ള സ്വന്തം അറയിലിരിക്കുന്ന വാളിന് മൂർച്ചയുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ഒട്ടകത്തിന്റെയും കുതിരയുടെയും കഴുത്തറുത്തുകൊണ്ടായിരുന്നു പറയുമ്പോൾ എത്രമാത്രം ക്രൂരനായ വ്യക്തിയായിരുന്നു 6-ാം നൂറ്റാണ്ടിൽ ഉമർ. പിന്നെ എങ്ങനെ ഈ ഒരു മാറ്റം സംഭവിച്ചു മനസ്സിലാക്കണം. കൂരിരുട്ടിൽ പ്രകാശിക്കുന്ന ചന്ദ്രൻ ചുറ്റും വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രം പോലെ ഒരു സഹാബത്തിനെ മാറ്റിയെടുത്തത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ചന്ദ്രനിൽ നിന്നുള്ള ആ ഒരു ബദറിൽ നിന്നുള്ള പ്രകാശം കൊണ്ട് മാത്രമാണ് മനസ്സിലാക്കണം. അത്ര രീതിയിലായിരുന്നു ഹബീബായ തങ്ങളുടെ ആ ജ്ഞാനങ്ങളും ധർമ്മവും ധാർമ്മിക ഭേദത്തോടുകൂടെ കാട്ടിക്കൂട്ടലുകളെല്ലാം നാം മനസ്സിലാക്കണം. ഈ ഒരു ഹദീസിന്റെ പിൻബലത്തിൽ മാത്രമാണ് നമ്മൾ കണ്ടില്ലേ, നമ്മുടെ അയൽ നാടായ വയനാട്ടിലും ചൂരൽമലയിലെ മുണ്ടക്കയിൽ നടന്ന സംഭവത്തിലെല്ലാം എല്ലാവരും കൂടിച്ചേർന്ന് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയത്. നമ്മുടെ ഈ മഹലിൽ നിന്ന് തന്നെ ഒരു ദിവസത്തിൽ 10,000 രൂപയോളം വരുന്ന സാന്ത്വന പ്രവർത്തനങ്ങൾ അവിടെ എത്തിച്ചത്. ഇതെല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ആ ഒരു ദർശനവും അവിടുത്തെ ആ ഹദീസിന്റെ പിൻബലത്തിലായിരുന്നു മനസ്സിലാക്കണം. തീർന്നില്ല, നാം മനസ്സിലാക്കണം, ഈ ഒരു സാന്ത്വന പ്രവർത്തനങ്ങൾ മുസ്ലിമിന് മാത്രമല്ല എല്ലാവരോടും മാതാപിതാക്കളുടെ സേവനത്തിലും ഇസ്ലാമിന് വ്യക്തമായ ദർശനങ്ങളും നിലപാടുകളുമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിലിരിക്കെ ബഹുമാനപ്പെട്ട മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വരികയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ പ്രാർത്ഥിച്ച സംഭവം നമുക്കറിയാം. അതിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറഞ്ഞൊരു പ്രാർത്ഥന ഇതായിരുന്നു: വല്ലൊരുത്തനും വൃദ്ധയായ മാതാപിതാക്കൾ ഇരിക്കെ അവർക്ക് വേണ്ട രീതിയിൽ സാന്ത്വന പ്രവർത്തനങ്ങളും സേവനങ്ങളും ശുശ്രൂഷകളും ചെയ്യാത്തവനിക്ക് അള്ളാഹുവിന്റെ ലഅനത്തുണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറഞ്ഞ സംഭവം നാം മനസ്സിലാക്കണം. ദുആ ഇടുന്നത് മലക്കുകളുടെ നേതാവും ആമീൻ പറഞ്ഞത് ലോകത്തിന്റെ നേതാവുമാകുമ്പോൾ ഈ ഒരു ഹദീസ് മാത്രം മതി മാതൃസേവനത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി. ഈ ഒരു ഹദീസിന്റെ പിൻബലത്തിലാണ് അറിയില്ലേ ഖൈറുൽ താബീൻ ആശിഖുർ റസൂൽ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അവിടുന്ന് മാതൃസേവന പ്രവർത്തനങ്ങളും ലോകത്തിന് വരെ മാതൃകയാക്കാൻ വേണ്ടിയ രീതിയിലായിരുന്നു. തിരുദർശനം പോലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണൽ പോലും മാതൃസേവനത്തിന് വേണ്ടി മാറ്റിവെച്ച ആ ഒരു നിലപാട് എത്രമാത്രം മഹത്തരം. തീർന്നില്ല, ആ ഒരു നിലപാടിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത സംഭവം എത്രമാത്രം നിലപാട് വെക്കൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. തീർന്നില്ല, സമൂഹത്തിലെ സദാജീവികളോടും സേവനം ചെയ്യാൻ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ആ ഒരു ഹദീസിന്റെ കാരണം കൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദാ വേശിപ്പെണ്ണായിരുന്ന പെണ്ണ് കിണറ്റിലിറങ്ങിക്കൊണ്ട് ഒരു നായ്ക്ക് വെള്ളം മുക്കിക്കൊടുത്ത കാരണം കൊണ്ട് ആ സ്ത്രീയുടെ ചെയ്ത തെറ്റെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് കൊടുത്തുകൊണ്ട് സ്വർഗം നൽകിയ സംഭവം. ആ ഒരു ഹദീസിന്റെ പിൻബലത്തിലാണ് സുൽത്താൻ ആശിഖീനും സുൽത്താൻ ആരിഫീനുമായ ചരിത്ര താളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അവിടുന്ന് 40 ദിവസത്തോളം ഒരു നായക്ക് കുഷ്ഠരോഗം ലഭിച്ച നായക്ക് സേവനങ്ങൾ ചെയ്തുകൊണ്ട് സ്വന്തം ദർസും എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ചെയ്ത സേവനങ്ങളെല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ സാന്ത്വനത്തെ പറ്റി പഠിപ്പിച്ച നേതാവും ലോകം കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത്രമാത്രം സേവനത്തിന്റെ മതം എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. അവിടുത്തെ പിൻപറ്റിക്കൊണ്ട് സദാ സേവന പ്രവർത്തനങ്ങളും സാന്ത്വന പ്രവർത്തനങ്ങളും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതോടൊപ്പം